ഹേ ഗായ്സ്, നമ്മളിത് കറീസിൽ വന്നേക്കും കേട്ടോ. എന്തിനാണെന്നറിയാമോ? ഫോൺ മാറ്റാൻ വേണ്ടി. നമ്മളങ്ങനെ ഐഫോണിന് ചെറിയൊരു വിശ്രമം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, ഐഫോൺ ഒഴിവാക്കിയിട്ട് ഇനി ഏതെടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൂഗിൾ പിക്സൽ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കറീസിൽ വന്നേക്കുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ കറീസിൽ ചെന്നിട്ട് നോക്കാം. വാ, നമ്മളവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതെ, ആമയുണ്ട്, മമ്മിയുണ്ട്, മമ്മിയല്ല മിന്നുണ്ട്, അമ്മയുണ്ട്, പിന്നെ നമ്മളാരാ ആമിയുണ്ട്. എന്താ നോക്കണ്ടേ? അവിടെ അല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ഇവിടെയാ പോകുന്നത്. വാ, ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത് ഗ്രീൻ ബ്രിഡ്ജ് ഇതിലാട്ടോ. ഗ്രീൻ ബ്രിഡ്ജ് ഷോപ്പിംഗ് പാർക്കിലാണ്. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാടി ഇവിടെ ഒരുപാട് തവണ വന്ന ഒക്കെ അറിയാം. ആമി വന്നിരിക്കുന്ന നോക്കി ആമിയുടെ ഫോണൊക്കെ എടുത്തോണ്ടാണ് കേട്ടാ. അതെ, ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ആമിക്ക് ഒരു ഐഫോണ് അല്ലേ ആമി? ഓടരുത്. അങ്ങനെ ഇത് നമ്മൾ ഫോൺ കണ്ടെത്തി. ഇതാണ് നമ്മളെ ഗൂഗിൾ പിക്സൽ. ആക്ച്വലി എവിടെ നിന്ന് എടുക്കാമായിരുന്നല്ലോ മുന്നേ. ഇതല്ലേ, ഇതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഉണ്ടാവും. ഇത് ഐഫോൺ പോലെ തന്നെ കേട്ടോ, ആൻഡ്രോയിഡ് ആണെന്നേ ഉള്ളൂ. ഇതിന് ഇതെല്ലാം കാണാനുണ്ട്, ഐഫോണിന്റെ സെയിം ലുക്ക് തന്നെയാ. ഇത് ഗൂഗിൾ പിക്സൽ 9 Pro. നമുക്ക് 10 അല്ലേ നോക്കാൻ പറഞ്ഞത്? എന്താ നിനക്കും കിട്ടിയ ഫോണ്? ഇതിന് വില എത്ര അറിയോ? 549. 549 നമുക്ക് റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് നോക്കിക്കോ. ആക്ച്വലി ഇത് നമുക്കല്ല കേട്ടോ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഐഫോൺ തന്നെ നല്ലത് അല്ലേ? നോക്കുമ്പോ ടച്ച് ഒക്കെ ചെയ്ത് നോക്കിക്കോണീന്. അമ്മ സാംസങ്ങിന്റെ ആളാണ്, അതാണ് അമ്മയ്ക്ക് പ്രശ്നം. ഇങ്ങനെയാണ് സൈഡിലേക്ക് മേലോട്ട്. ഇത് ഐഫോൺ പോലെ തന്നെയല്ല. ആമി അതിന്റെ ഇടയ്ക്ക് ഇവിടെ വേറെ നോക്കും. ഇതൊക്കെ ഒറിജിനൽ ഫോണാ മോനെ, അതൊന്നും വേണ്ട നമുക്ക് കേട്ടാ. ആമിക്കുട്ടി ബിഗ് ആകുമ്പോ നമുക്ക് മേടിക്കാം. ഫൈനലി നമ്മൾ തീരുമാനം മാറ്റിയിട്ടോ. നമ്മൾ ഇനി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചു. അപ്പൊ അമ്മയ്ക്ക് ഗൂഗിൾ പിക്സൽ ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഗൂഗിൾ പിക്സൽ ഇഷ്ടപ്പെട്ടല്ലേ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം നമ്മളത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചു. എനിക്ക് പേഴ്സണലി ഐഫോൺ ഇഷ്ടപ്പെട്ടെ, പക്ഷെ അമ്മയ്ക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് അമ്മയ്ക്ക് ആൻഡ്രോയിഡ് വേണമെന്ന് പറയാം അല്ലേ. പക്ഷെ ഐഫോൺ ഞാൻ പറയട്ടെ, ആദ്യം ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐഫോൺ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ അമ്മ വേണം ഐഫോൺ ഫാമിലിയിലേക്ക് വാമേ. എല്ലാരും ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഗൂഗിൾ പിക്സൽ എനിക്കിപ്പോൾ അതിന്റെ ക്യാമറ വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് എടുത്തേക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ വൻ സെറ്റപ്പാണ്. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റൂല. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺ മേടിച്ചാൽ പോരെ അല്ലേ. ഫാമിലി പിന്നെ വരുന്നില്ല അമ്മ, ഐഫോൺ ഫാമിലിയിലേക്ക് വരുന്നില്ല. നമ്മൾ ആമി മേടിച്ചു. എന്തേടി ആമി? എടി ആമി, അവനേതാ പറയുന്നത്? ആക്ച്വലി എന്റെ ബ്രദറാണ് കേട്ടോ ഫോൺ മേടിച്ചു കൊടുക്കുന്നത്. അവനാണ് ഗൂഗിൾ പിക്സൽ സജസ്റ്റ് ചെയ്തത്. അവന് കുശുമ്പ. അവന് ഐഫോൺ 17 അല്ലേ ഉള്ളൂ. അവന് കുശുമ്പോ ഒന്നുമല്ല. അവന് നോക്കുമ്പോ ഗൂഗിൾ പിക്സലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവനൊരു ആഗ്രഹം. അപ്പൊ അവൻ അടുത്ത് നാട്ടിൽ വരുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വരവിന്റെ ഉദ്ദേശം ഫോണൊന്ന് നേരെ കാണുക എന്നുള്ളതായിരുന്നു കേട്ടാ. നമുക്ക് ഇവിടുന്ന് മേടിക്കണമെന്നില്ലായിരുന്നു. നമുക്കൊന്ന് ഫോണൊന്ന് കണ്ടും തൊട്ടും ക്യാമറയൊക്കെ ഒന്ന് നോക്കി എങ്ങനെയൊന്നും അറിയാം. അതിനുശേഷം ക്യാമറ ഭയങ്കര യൂസ് ചെയ്യുന്നതാണ്. അതെ, അമ്മ ഭയങ്കര ഫോട്ടോ എടുക്കുന്ന ആളാണ്. അതെ, അമ്മയ്ക്ക് ഒരു 512 GB ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലേ. ഞങ്ങള് കഴിഞ്ഞ ദിവസം ചദ്ദാഗോജി പോയതിന്റെ ഫുള്ള് വീഡിയോ അമ്മ എടുത്തിട്ടുണ്ട്. കേവ് കേറുമ്പോ തൊട്ട് ഇറങ്ങുന്ന വരെയുള്ള വീഡിയോ ഉണ്ട് നമ്മുടെ ഫോണില്. പല യൂട്യൂബിലിട്ട പല ഇതും അമ്മ എടുത്ത ഷോട്ടുകളാണ്. ഷോട്ടല്ല, മീൻസ് വീഡിയോ എടുത്ത ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പിംഗ്സ്. നമ്മൾ തിരിച്ചു പോകാനോടെ ഇപ്പൊ സമയം ആക്ച്വലി 6:45 പക്ഷെ ഇത് കണ്ട വെയിലിങ്ങനെ വന്ന് നെറുകന്തരയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഹീറ്റ് വേവ് കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോ അടുത്തത് കൂടി വരുമോന്ന് അറിയില്ല കേട്ടാ. അതൊരു ഇവിടെ ഹീറ്റ് വേവ് വന്ന ഒരു 1.5 ഹീറ്റ് വേവാ അല്ലേ. ഉറങ്ങാനും പറ്റില്ല.
അങ്ങനെ എന്താ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ അബിക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്ന് അബി പറയുന്നത്. എന്താ അബി? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താണെങ്കിൽ, അതായത് കൊളാബ്, അതായത് നിങ്ങൾക്ക് കൊളാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ വന്ന് നിങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്താം. ഇപ്പൊ നമ്മളൊരു സുഹൃത്ത് ഇവിടെ ഒരു അച്ചാർ കമ്പനിയല്ല, അച്ചാർ ഇങ്ങനെ ആക്കി വിൽക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞിങ്ങനെ നിങ്ങൾക്കൊന്ന് ഞങ്ങളുടെ ചാനൽ കൂടെ പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് പുള്ളി തന്നെ വന്ന് പുള്ളിക്ക് തന്നെ പറയാലോ ഇന്നതാണ് സംഭവം. അത് നല്ലതാണെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യട്ടോ. അതായത് ഇനിയിപ്പോ എല്ലാവർക്കും ചിലപ്പോ വരാൻ പറ്റിയെന്നിരിക്കൂല, അത് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ട്, അത് നിങ്ങൾക്ക് നാട്ടുകാരെ അല്ലെങ്കിൽ 4 പേരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കാം, ഞങ്ങളുടെ ചാനലിലൂടെ കാണിക്കാം അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചത് കൊളാബ്, കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ നമുക്ക് കാണാൻ. നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ സ്കോട്ട്ലാൻഡ് യാത്രയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഉള്ള ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തായിരുന്നു നമുക്ക്. പക്ഷെ അത് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇനി ഞങ്ങൾ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ കാണണ്ടേ, നമ്മളെ സ്നേഹിക്കുന്നവരല്ല നമ്മൾ സ്നേഹിക്കണ്ടേ. നമ്മളെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ട്. നമ്മള് പുറകെ പോയി സ്നേഹിക്കുന്നവരെക്കാളും നല്ലത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണണല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടാണ്, അല്ലാണ്ട് പ്രൊമോഷൻ അല്ല, നമുക്ക് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ് ഞങ്ങൾ വന്ന് കാണും, അല്ല നിങ്ങൾക്ക് വന്ന് കാണിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ പറഞ്ഞത്, കാരണം നമ്മളിപ്പോ അങ്ങോട്ടേക്ക് ട്രിപ്പ് വരുന്നതാണെങ്കിൽ അവിടെ കൂടി വിസിറ്റ്. പൈസ വേണ്ട കേട്ടോ, അത് പ്രൊമോഷൻ അല്ല, പൈസ വേണ്ട. നിങ്ങൾക്ക് നല്ലത് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിൽ മാത്രമേ കാണിക്കത്തുള്ളൂ അല്ലേ? പിന്നെന്താ പറയാനുള്ളത്? അതാ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ. വേറൊരു കാര്യമുണ്ട്, നമ്മൾ യൂട്യൂബിൽ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ വീഡിയോ. നമ്മൾ ആ വീഡിയോ നിങ്ങളിപ്പം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്യത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളതായ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാമിലി കണ്ടന്റും കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുള്ളൂ. പ്രൊമോഷനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സാധനം നാട്ടുകാർ അറിയണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊളാബ്, അതായത് നിങ്ങളുമായിട്ട് ഞങ്ങൾ ചേർന്ന ഒരു സംഭവം ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട്, നല്ലൊരു കണ്ടന്റാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടത്ര റീച്ച് ഇല്ല, ഞങ്ങൾക്കും വലിയ റീച്ച് ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? അതെ, നമ്മൾ വലിയ റീച്ചുള്ള ആൾക്കാരൊന്നും അല്ല, എന്നാലും നമ്മളെ കാണുന്ന കുറച്ച് പേരെങ്കിൽ കുറച്ച് പേരുണ്ട്, അവര് നിങ്ങളെയും കൂടി കാണട്ടെ എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോ അവരുടെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. ഇതൊന്നും നമ്മൾ പൈസ മേടിച്ചിട്ടല്ല, അതുകൊണ്ട് നിങ്ങൾ പ്രൊമോഷനാന്ന് വിചാരിക്കരുത്. ഒരു എന്താ പറയാ, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ബോണ്ട് വളർത്താനുള്ള ഇതാണ്. കാരണം ഞങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കും കുറച്ചും കൂടെ നമ്മളെ ബൗണ്ടറീസ് ഒക്കെ മാറ്റണം എന്നൊരു ആഗ്രഹം അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സാധനം കത്തിയോ എന്ന് എനിക്ക് അറിയില്ല, കത്തിയെന്ന് വിചാരിക്കുന്നു അല്ലേ? പിന്നെ നമുക്കും ഒരു ബിസിനസ് ഉണ്ട് ഇപ്പം, ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. ഞങ്ങളൊരു മിൻസ ബൈ അബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ ആന്റി ടാർണിഷ് ഗോൾഡ് ട്രഡീഷണൽ ജ്വല്ലറീസ് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം അതും നിങ്ങളിങ്ങനെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും, ഞാൻ ഈ അച്ചാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ അച്ചാർ കോണ്ടാക്ട് ചെയ്തു, അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പൊ അതേപോലെ ചിലപ്പോൾ വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും സാധനമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർക്ക് ഗുണം ഉണ്ടാവുന്ന എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കും, വിത്തൗട്ട് എനി പൈസ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, ഇതായിരുന്നു എനിക്ക് പറയാൻ. കാരണം എനിക്ക് വേറൊരു കാര്യമുണ്ട് ഇതിലിപ്പോ, ഇത് പറഞ്ഞപ്പോ എന്താന്ന് വെച്ചാല്, ഞങ്ങളിപ്പോ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങളൊരു ചിലപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങി കഴിയുമ്പം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനോ കൂടെ ഉണ്ടാവൂല, നിങ്ങളെ അറിയാത്തവരൊക്കെ ആയിരിക്കും നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ അതെ, അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു സംരംഭം തുടങ്ങി, ഇതൊരു കുറച്ചു പേരെ അറിയിക്കുക എന്ന് പറഞ്ഞത് ഇതാണ് ഏറ്റവും വലിയ അതിനകത്തൊരു പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നൊരു കേക്കിന്റെ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതുപോലെ കേക്കിന്റെ മീൻസ് നമ്മൾ പൈസ ഒന്നും മേടിക്കാതെയാണ് ഫ്രീ ആയിട്ട് ചെയ്തത്. അപ്പൊ അതേപോലെ നമുക്ക് കേക്ക് തിന്നിട്ട് നല്ലതാണെന്ന് തോന്നി, അവരുടെ അടുത്ത് ഒരുപാട് പേര് മേടിച്ചു, നമ്മൾ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തു, ഒരുപാട് നല്ല സാധനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളിപ്പം പുതിയ റെഡി ടു ഈറ്റ് ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ ചാനൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ₹1 മേടിക്കാതെ നമ്മൾ ചെയ്തത്. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വേറൊരു കാര്യം, ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങൾ തന്നെ ഞങ്ങളുടെ വീഡിയോയിലൂടെ പറയുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾക്കായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമായിരിക്കില്ല ഞങ്ങൾ പറയുന്നത്. ചിലപ്പോ ഇത് മീൻ അച്ചാർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ ബീഫ് അച്ചാർ എന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പറയാം, അതാ ഞാൻ ഉദ്ദേശിച്ചോ. മെയിനായിട്ട് നിങ്ങൾ വരിക, നിങ്ങൾക്ക് ചാനൽ നമ്മൾ ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് വരാൻ പറ്റാത്ത, അല്ല നിങ്ങളുടെ അവിടെ ഇന്ന സ്ഥലത്താണ് കാണിക്കട്ടെ എന്നുണ്ടെങ്കിൽ
അവിടെ പോയി ഞങ്ങൾ അവിടെ വന്ന് എടുക്കാം. അപ്പൊ അതിന് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ടിന്റെ ചെറിയ നിങ്ങളെ ട്രാൻസ്പോർട്ടിന്റെ നിങ്ങളുടെ അതിന്റെ ചാർജ് തരേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ബാക്ക് യാർഡ് നല്ലൊരു, ഞാൻ ഒരാളുടെ പച്ചക്കറിത്തോട്ടം കണ്ടു, എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് എവിടെ അറിയാം, വെയിൽസിലാണ്. അത് ഞാൻ വേറൊരാളെ വീഡിയോയിൽ കണ്ടതാ. പുള്ളി വേറൊരാള് വീഡിയോ എടുത്തിട്ട് എനിക്കും അതുപോലെ പോയി അതൊക്കെ ഒന്ന് കാണണം. കാരണം നമ്മളും അങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അവിടെയൊക്കെ പോയി അത് ഷൂട്ട് ചെയ്യണം, അത് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഈ വീഡിയോ ആ പുതിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പക്ഷെ അതിനൊന്നും പൈസ വേണ്ട കേട്ടോ. പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ പൈസ വേണ്ടുള്ളൂ. അതായത് ഇപ്പം ബിസിനസ് പരമായിട്ടുള്ളതാണെങ്കിൽ അവിടെ വന്ന് കാണിക്കേണ്ടതാണെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ട് വേറെ നമുക്ക് പൈസ ഒന്നും തരണ്ട. നമ്മള് പെട്രോൾ, നമ്മള് വണ്ടിക്ക് അറിയാലോ, ഫുൾ ടാങ്ക് അടിക്കുന്നത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അത് പറഞ്ഞോളൂ, പൈസക്ക് വേണ്ടിട്ടല്ല നമ്മള്. അല്ല, കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രഗിൾസ് എന്നും അല്ലേ. ഇനിയിപ്പോ നാളെ നിങ്ങൾ എടുത്ത് ഇത് പറയണ്ടേ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ടാ. പ്രൊമോഷൻ അല്ല, പൈസ വേണ്ട, പൈസ നമ്മൾ ചെയ്തിരുന്നു. നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത് പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ആൾക്കാരുമായിട്ട് നമ്മൾ ഒരുപാട് പേര് മിങ്കിൾ ചെയ്യണമെന്നൊരാഗ്രഹം. മിങ്കിൾ ചെയ്യണമെന്ന് ഇപ്പൊ ഇവിടെ സ്വീഡനിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് വീട്ടിലേക്ക് വിളിച്ചോണ്ടായിരുന്നു, നിങ്ങൾ വരുമോ എന്നൊക്കെ ചോദിച്ചോണ്ട്. പക്ഷെ നമ്മളൊന്നും പോയില്ല. ചമ്മലും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ സ്വീഡനിൽ തന്നെ ഒരുപാട് പരിപാടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മള് ബാക്ക് വലി നിൽക്കുക. പക്ഷെ എന്നെ എപ്പോഴും കാണുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ മാറി നിൽക്കരുത്. പക്ഷെ എന്തോ ഞങ്ങൾ അങ്ങനെ ഒരു ഇതായി പോയി. അത് മാറ്റണം, അത് മാറ്റാനുള്ള പരിപാടിയാണ് അല്ലേ. പിന്നെ പറഞ്ഞാലേ ഇപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യല്ലേ. നിങ്ങളെ വിലയേറിയ കാര്യങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇനി ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. അബി ഇത് ഇവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാം, ഇന്ന് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. അതായത് പല ഇൻഡോർ പ്ലാന്റുകളും പോയിസണസ് ആണെന്നുള്ളത്. അതായത് നമ്മൾ കടിക്കോ തിന്നോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിസണസ് ആണ്, ഛർദി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്ന പകുതി ചെടികളും പോയിസണസ് ആണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതേ പീസ് ലില്ലിക്ക് പോയിസൺ എന്ന് പറയുന്നുണ്ട്, ഇതാ പോന്തോസിന് മണി പ്ലാന്റിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനല്ല, ഒരു ഗ്രീൻ വേർഷൻ അതിനുണ്ടെന്ന് പറയുന്നു, ഇതിനുണ്ടെന്ന് പറയുന്നു, CC പ്ലാന്റിനുണ്ടെന്ന് പറയുന്നു. അപ്പൊ വന്ന് നോക്കുമ്പം എല്ലാത്തിനും ഇപ്പൊ പോയിസൺ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അബി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ദൈവമേ, ഞങ്ങളെല്ലാം പോയിസണസ് ആണല്ലോ മേടിച്ചെന്നും പറഞ്ഞു. അല്ലേ അബി? എവിടെ പോയി? ഞാൻ ഇവിടെ ഒളിച്ചു കളിക്കുവാണ്. അല്ല, ഞാൻ പറയുമായിരുന്നു പോയിസണസ് തന്നെ ഇതിന്റെ കാര്യം. അത് പൊട്ടിച്ചതൊക്കെ വയലൊക്കെ വായിലിട്ടാലേ ഉള്ളു പ്രശ്നം അല്ലേ. എന്നെ പറക്കുന്നറിയാവോ? ബേർഡ്സിന്റെ ബേർഡ്സിന്റെ അപ്പിയൊന്നുമില്ല. പണ്ട് ഇങ്ങനെ അപ്പിയൊന്നുമല്ലത്. അതെ, പണ്ട് നിങ്ങൾ ഇങ്ങനെ കുരുമുളക് എല്ലാം തിന്നിട്ടിടും, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ്. മരപ്പട്ടി ഇംഗ്ലണ്ടിന്റെ സാധനം പോകുന്നുണ്ടോ? ഞാനിപ്പോ ഇംഗ്ലണ്ടിന്റെ ആളാട്ടോ. നിങ്ങളെ ഇത് കമന്റ് ചെയ്യും, എന്താ പറയാ, ഫുട്ബോൾ ടീം. ഞാൻ ഇംഗ്ലണ്ടാണ്. ഞാൻ എനിക്കൊന്നും അറിയത്തില്ലാത്ത ബ്രസീൽ എന്റെ രണ്ടാമത്തെ. ആദ്യം ബ്രസീലായിരുന്നു, ഇപ്പൊ എന്റെ ഫസ്റ്റ് ഇംഗ്ലണ്ട്. അതുപോലെ ഇന്നേ എനിക്ക് അറിയില്ല ടീം, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. വേസ്റ്റ് എടുത്തോക്കേണ്ട ദിവസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഗൂഗിൾ പിക്സൽ മേടിക്കാൻ പോയി തിരിച്ചു വന്നൊരു വീഡിയോ ആണ്. മേടിക്കാനല്ല, ഗൂഗിൾ പിക്സൽ കാണാൻ പോയത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്യട്ടോ. കമന്റ് ഇല്ല, കോൺടാക്ട് ചെയ്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി.